ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹൗറയിൽ നിന്നും മദ്രാസിലേക്ക് പോകുന്ന കോറമോണ്ടൽ എക്സ്പ്രസ് പിടിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ എനിക്ക് രാജമണ്ഡലിൽ എത്താൻ കഴിയും. അപ്പോൾ ആ വണ്ടി പിടിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ച് വരികയാണ്. സ്റ്റേഷനിലെത്തി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. കാരണം വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് റിസർവേഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. പ്ലാറ്റ്ഫോമിൽ വന്ന് കുറച്ച് കഴിഞ്ഞും ട്രെയിൻ എത്തി. കോറമോണ്ടൽ എക്സ്പ്രസ് അന്നത്തെ ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിനാണ്. അതിനധികം സ്റ്റോപ്പുകളൊന്നുമില്ല. വിശാഖപട്ടണം സ്റ്റേഷൻ കഴിഞ്ഞാൽ രാജമണ്ഡ്രി കഴിഞ്ഞാൽ വിജയവാഡ. അത്ര സ്റ്റേഷൻ ഇങ്ങനെ എല്ലായിടത്തും നിൽക്കാതെ പോകുന്ന വണ്ടിയാണത്. വിജയവാഡ കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന് ഡയറക്റ്റ് മദ്രാസാണ് അതിൻ്റെ സ്റ്റോപ്പുള്ളത്. അപ്പോൾ അത്രയും സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ കൂടിയാണ് ഈ കോറമോണ്ടൽ എക്സ്പ്രസ്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിലെത്തി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തുകൊണ്ട് ട്രെയിൻ വന്നു. എൻജിൻ്റെ മുന്നിൽ ഒരു സെക്കൻഡ് ക്ലാസ് ഓർഡിനറി കോച്ചുണ്ട്. അതിൽ കംപ്ലീറ്റ് മിലിറ്ററിയാണ്. ആൾക്കാർക്ക് കയറാൻ സ്ഥലമില്ല. ബാക്കിലായിട്ട് 1.5 കോച്ചുണ്ട്. പകുതി പാഴ്സലും പകുതി ആൾക്കാർക്കും, പിന്നെ ഒരു കോച്ച് ഫുള്ളുമായിട്ട്. ബാക്കിലെത്തിയ സമയത്ത് കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ഒരു കോച്ചിൽ ആരും കയറുന്നില്ല. സെക്കൻഡ് ക്ലാസ് കോച്ച്. അതിനുള്ളിൽ നിറയെ ചത്ത മീൻ ചിതറിക്കെടുക്കുകയാണ്. ചെറിയൊരു പെട്ടി പോലൊരു ഭാഗത്താണ് ആൾക്കാർ കൂടുന്നത്. അവിടെ സ്റ്റേഷനിലെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ ആ ചെറിയതിന് കഴിയില്ല. സഞ്ചാരികൾ വേണ്ടുവോളമുണ്ട്, പക്ഷേ അവർക്ക് കയറാൻ കഴിയുന്നില്ല. അത്രയും നാറ്റവും മീനുകളാണ് കോച്ചിൽ, സെക്കൻഡ് ക്ലാസ് സിറ്റിങ്ങിൽ. അപ്പം ഞാനിത് കണ്ട വഴിയെ അവിടെ തന്നെ ബാക്കിലാണ് ഗാർഡുള്ളത്. ഗാർഡിനോട് പറഞ്ഞു, സാർ ഈ കോച്ചൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് ഇവിടെ ആൾക്കാർ കയറുന്നില്ല, എന്നാലേ ഈ വണ്ടിയിൽ ആൾക്കാർ കയറുള്ളൂ പറഞ്ഞു. അപ്പോൾ ഗാർഡ് പെട്ടെന്ന് എടുത്തിയാടി എന്നോടൊരു ചോദ്യം. ഞാനാ ക്ലീൻ ചെയ്യേണ്ടത് സ്റ്റേഷനിലെ ആൾക്കാരല്ലേ, സ്റ്റേഷൻ മാസ്റ്ററോട് പോയി പറയാൻ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് പോയി പറയാൻ. സ്റ്റേഷൻ മാസ്റ്റർ ഉള്ളത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്, വണ്ടി നിൽക്കുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പോയി പറഞ്ഞു വരുമ്പോഴേക്കും 3 മിനിറ്റിൽ നിൽക്കുന്ന ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ടാവും. അപ്പോൾ എനിക്ക് അവിടെ പോയി പറഞ്ഞു വരാൻ കഴിയില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണോ ഒന്നും ഇല്ല വിളിച്ചു പറയാനൊന്നും. അപ്പോൾ അതുകൊണ്ട് സാറൊന്ന് നിർത്തി തന്നാൽ മതി പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞു വരാം. അതിനൊന്നും കഴിയില്ല, എനിക്ക് നിർത്താനൊന്നും കഴിയില്ല, അതൊന്നും നിൽക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോളിൻ, വന്നോളിൻ, അല്ലെങ്കിൽ പോയിക്കോളിൻ, എനിക്കതൊന്നും അറിയില്ല, ടൈമായ വണ്ടി ഇവിടുന്ന് പോകും. ഇത് ഗാർഡ് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ അറിയില്ല, എന്തോ ഒരു ആവേശം എന്നിൽ കയറി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വണ്ടി ഇവിടെയൊന്നും പോവില്ല. ഗാർഡ് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ കയറും, ചെയിൻ പുള്ളിയും, പോകുന്ന വഴി എത്ര ഞാൻ ചെയിൻ പുള്ളിയും. ഈ ട്രെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഗാർഡ് അവിടുന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. താനാരാ പറയാൻ, നീ എന്താ അങ്ങനെ ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് പോലീസുകാർ വന്നു, റെയിൽവേ പോലീസ് വന്ന് അവർ തെലുങ്കിൽ എന്താ കാര്യം എന്താണൊക്കെ ചോദിച്ചുകൊണ്ട് അവരും ബഹളം കൂട്ടാൻ തുടങ്ങി. ഇത്രയും ബഹളമായപ്പോൾ അവിടെ കൂണി നിൽക്കുന്ന കുറച്ച് ആളുകളും ഓടി വന്നു. കാരണം പോലീസ്, ഗാർഡ്, ഞാൻ എന്തോ ഒരു ബഹളം ബാക്കിൽ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന കുറച്ച് തെലുങ്കന്മാരെല്ലാം ഓടിക്കൂടി അവർക്ക് കാര്യം മനസ്സിലായി. കാരണം ഈ കോച്ച് മത്സ്യങ്ങളെ കൊണ്ട് നടന്നിരിക്കുകയാണെന്നും കച്ചറയായിട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിൽ പോകാൻ പറ്റില്ലെന്നും അവിടെയുള്ളവർക്ക് മനസ്സിലായി. അവരും എൻ്റെ കൂടെ ചേർന്നു. കാരണം അത് പറ്റില്ല, വണ്ടി പോവില്ല. അവരും പറഞ്ഞു, വണ്ടി പോവില്ല, വണ്ടി ഞങ്ങൾ വിടാൻ സമ്മതിക്കില്ല, കാരണം ഇത് ക്ലീൻ ചെയ്യണം. ഇത് പാസഞ്ചേഴ്സ്ക്ക് സഞ്ചരിക്കാനുള്ള കോച്ച്, മീൻ കൊണ്ടുവരാനുള്ളതല്ല. മീൻ കൊണ്ടുവരാൻ ഗൂഡ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായ ബ്രേക്ക് മാൻ ഉണ്ടായിരിക്കണം. ഇല്ലാതെയാണ്ട് ഈ പാസഞ്ചേഴ്സിന് കയറി വരുന്നതിലല്ല മീൻ കൊട്ട. കൽക്കട്ടയിൽ നിന്ന് മീൻ കച്ചവടമാണ്. കൽക്കട്ടയിൽ നിന്ന് മീനുകളെ കൊണ്ടുവരികയാണ് ഈ വണ്ടിയിൽ. കൽക്കട്ടയിൽ നിന്ന് ഒരു പ്രത്യേക ലോബിയാണ് അവിടെ പാഴ്സൽ സർവീസ് ഉള്ളത്. കൽക്കട്ടയിൽ, ഹൗറയിൽ എപ്പോഴും അങ്ങനെയാണ് ആ കാലങ്ങളിലുണ്ടായിരുന്നത്. അവിടെ പാഴ്സൽ സർവീസുകാർക്കും അവിടുത്തെ ഏജൻറ്റുകാർക്കാണ് പ്രധാനം കൽക്കത്തയിലെ അന്നത്തെ കാലങ്ങളിൽ, ഹൗറയിൽ. അപ്പോൾ ഇവരെന്ത് പറയുന്നത് പാഴ്സൽ സർവീസ് കേൾക്കും, ഗാർഡോ സമ്മതിക്കും. അങ്ങനെയാണ് ഇത് കയറി വരുന്നത്. ഈ മീനിനെ ഈ ഹൗറ കോറമോണ്ടൽ എക്സ്പ്രസ്സിൽ കൊണ്ടുവരാനുള്ള കാരണം, ഈ മീനിന് മാർക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് ജീവനുണ്ടായിരിക്കണം. അപ്പോൾ ജീവനുണ്ടായിരിക്കണമെങ്കിൽ സൂപ്പർ ഫാസ്റ്റ്, ഹൈ സ്പീഡിൽ അവിടെയാണ് ഏത് വാഹനമാണോ വരുന്നത് അതിൽ കയറ്റി വരിക എന്നുള്ളതാണ്. ഈ വിജയവാഡയിൽ നിന്നും അതുപോലെ തന്നെ വിശാഖപട്ടണത്തിൽ നിന്നും മീൻ കൊണ്ടുപോകുന്ന പല ട്രക്കുകാർ എന്നോട് പറയാറുണ്ട്, ട്രക്കിൽ മത്സ്യം കയറിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പാടില്ല എന്ന്. അത് ഹൈ സ്പീഡിൽ പോകണം എന്നുള്ളതാണ് ട്രക്ക്. അവിടെ മീൻ ട്രക്കുകൾക്ക് ഭയങ്കര സ്പീഡാണ്, ട്രക്കാണെങ്കിലും. അപ്പോൾ അതിനേക്കാളും സ്പീഡുള്ള വണ്ടിയാണ് ഈ കോറമോണ്ടൽ എക്സ്പ്രസ്. അതുകൊണ്ടാണ് മീൻ കോറമോണ്ടൽ എക്സ്പ്രസ്സിൽ വിശാഖപട്ടണം വരെയുള്ള സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് ഹൗറയിൽ നിന്ന്. അത് ഫലഭാഗത്ത് ഇടയ്ക്ക് കൊണ്ടുവരികയാണ് നിൽക്കുന്ന സമയത്ത്.
അപ്പോൾ വിശാഖപട്ടണം വന്നപ്പോഴേക്കും ഇത് കാലിയായി. പക്ഷേ വിശാഖപട്ടണത്തിൽ കംപ്ലീറ്റ് ലോഡ് ഇറക്കി ആൾക്കാർക്ക് കയറാൻ പറ്റുകയില്ല. പക്ഷേ എന്നാലും അതിൽ മീൻ കച്ചറകൾ കിടക്കുകയാണ്, വീണത് അവിടെയും ഇവിടെയും മീനുകൾ കിടക്കുകയാണ്. അതുപോലെ തന്നെ മീനിൻ്റെ വെള്ളം കൊണ്ട് നിറയെ വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ, ഭയങ്കര സ്മെല്ലാണ്. എല്ലാവരും കൂടിക്കഴിഞ്ഞ് ഇതിപ്പോൾ ഗാർഡിനെ നിവർത്തിയില്ലേതായി. എല്ലാവരും പറഞ്ഞു, എൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങൾ പുള്ളിയും വണ്ടി പോകാൻ പറ്റില്ല. അങ്ങനെ 3 മിനിറ്റ് അവിടെ നിൽക്കേണ്ടതായ വണ്ടി 35 മിനിറ്റ് അവിടെ നിന്നു. 35 മിനിറ്റ് വന്ന് റെയിൽവേ സ്വീപ്പർ വന്ന് അതെല്ലാം കംപ്ലീറ്റ് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി ആൾക്കാരെ കയറ്റി, എന്നിട്ടാണ് ആ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ടായത്. ഇത് ഒറ്റയ്ക്ക്, അതായത് ഞാൻ ഒറ്റയ്ക്ക്, എങ്ങനെയാണ് എനിക്ക് അന്ന് ആവേശം ഉണ്ടായതെന്നൊന്നും അറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തൊരു പ്രവൃത്തിയാണ്. അവിടെ എൻ്റെ കൂടെ അവിടെ ആൾക്കാർ കൂടിയിൽ നിന്ന് വരികിൽ അവന്മാരെന്നെ പിടിച്ച് തള്ളിയായിരുന്നു, എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടിരുന്നു. കാരണം അന്നത്തെ സമയം അതായിരുന്നു. വളരെ അന്ന് യുവത്വമാണ് നമ്മൾക്ക്. ആ യുവത്വ സമയത്തിന് പ്രത്യേകതയുണ്ട്. യുവത്വത്തിന് അന്ന് വാസ്തവത്തിൽ ഒന്നിനെയും കാര്യമായിട്ട് വില വയ്ക്കാത്തൊരു അവസ്ഥയാണ് ആ യുവത്വത്തിലുണ്ടാവുക. നമ്മളങ്ങ് വിചാരിച്ചാൽ, നല്ലതാണെന്ന് വിചാരിച്ചാൽ ചെയ്തിരിക്കണമെന്നുള്ളൊരു ഭാവമാണ് അന്ന് സാധാരണ യുവത്വത്തിനുണ്ടാകുന്നത്. അഥവാ നല്ല കാര്യമാണെങ്കിൽ അത് ചെയ്ത് തീർക്കണമെന്ന്. അതിനുശേഷം അങ്ങനെ ചെയ്താൽ എന്ത് വരും, എന്താ അപകടം വരും, ഇതൊന്നും ആലോചിക്കാനുള്ള അത്രയൊന്നും ബുദ്ധിയൊന്നും ഇല്ല ആ കാലത്ത്. എന്നാലും ശരി, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആവേശം ഒന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോറമണ്ഡൽ എക്സ്പ്രസ്സിനെ 3 മിനിറ്റ് നിർത്തേണ്ട കോറമണ്ഡൽ എക്സ്പ്രസ്സിനെ 35 മിനിറ്റ് വിശാഖപട്ടണം സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയത്. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.